ദെൻ EJB കണ്ടെയ്നറിൻ്റെ അഡീഷണൽ ഫങ്ഷണാലിറ്റി ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ EJB സെർവർ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? It provides an environment that supports the execution of applications developed using EJB architecture, managing and coordinating allocation of resources to the applications. ഇതൊക്കെയാണ് EJB സെർവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഒരു EJB സെർവറിനുള്ളിൽ ഒന്നോ അതിലധികമോ EJB കണ്ടെയ്നേഴ്സ് ഉണ്ടാവാം. ഒന്നോ അതിലധികമോ EJB കണ്ടെയ്നേഴ്സിനെ സെർവേഴ്സ് ഹോസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ സെർവേഴ്സ് പ്രൊവൈഡ് ചെയ്യും. വിച്ച് പ്രൊവൈഡ് ഹോംസ് ഫോർ ദ EJBs. അപ്പം ഈ കണ്ടെയ്നേഴ്സ് എന്ത് ചെയ്യും? ഈ കണ്ടെയ്നറിനുള്ളിൽ EJBs അതായത് EJB കമ്പോണൻസിനെ ഹോസ്റ്റ് ചെയ്യും. EJB containers manage the EJB contained within them. അപ്പോൾ കണ്ടെയ്നേഴ്സ് എന്താ ചെയ്യുക? ആ കണ്ടെയ്നറിനകത്തുള്ള EJBസിനെ മാനേജ് ചെയ്യും. അപ്പോൾ ഓരോ EJBക്കും ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും അല്ലേ? ആ ഒരു ഒബ്ജക്റ്റിലേക്കായിരിക്കും ക്ലയൻറ്റ് ആക്സസ് ചെയ്യുന്നത്. സോ അപ്പോൾ ആ ഒബ്ജക്റ്റിനെ ഓരോ EJBയെയും രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ഒബ്ജക്റ്റിന് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്റ്ററിങ് ദാറ്റ് ഒബ്ജക്റ്റ്, ദെൻ ആ ഒബ്ജക്റ്റിന് ക്ലയൻറ്റിന് ഒരു റിമോട്ട് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യണം. ആ റിമോട്ട് ഇൻ്റർഫേസിലൂടെ ആയിരിക്കും ആ ഒരു കമ്പോണൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ്സിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പം ആദ്യം ഒബ്ജക്റ്റിനെ രജിസ്റ്റർ ചെയ്യുക, ദെൻ അതിനൊരു റിമോട്ട് ഇൻ്റർഫേസ് ക്ലയൻറ്റിന് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ക്രിയേറ്റിംഗ് ആൻഡ് ഡെസ്ട്രോയിങ് ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസസ്, ദെൻ ഇൻസ്റ്റൻസസ് ഉണ്ടാക്കുക. എപ്പോഴാണോ റിമോട്ട് ഇൻ്റർഫേസിലൂടെ എപ്പോഴാണോ യൂസർ ആക്സസ് ചെയ്യുന്നത് അപ്പോൾ ഇൻസ്റ്റൻസ് വേണമല്ലോ. ഇൻസ്റ്റൻസിനെയാണ് അറ്റ് എ ടൈം ഒരു ഇൻസ്റ്റൻസിനെയാണ് ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റൻസിനെ ക്രിയേറ്റ് ചെയ്യുക, ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രക്ഷൻ, ദെൻ ചെക്കിംഗ് സെക്യൂരിറ്റി ഫോർ the object, managing the active state for the object and coordinating distributed transaction. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടെയ്നർ ചെയ്യുന്ന അഡീഷണൽ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റീസ്. അപ്പോൾ ഒരു കണ്ടെയ്നർ ഒന്നോ അതിലധികമോ കണ്ടെയ്നർ ഉണ്ടാവാം ഒരു EJB സെർവറിനകത്ത് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ സെർവറിനകത്ത്. അപ്പം കണ്ടെയ്നറിനകത്ത് എന്തുണ്ടാവും? EJBs ഉണ്ടാവും. ദെൻ ഈ EJBക്ക് ഒബ്ജക്ട്സ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റിലേക്കായിരിക്കും ക്ലയൻറ്റ് ആക്സസ് ചെയ്യുന്നത്. ദെൻ ആ ഒബ്ജക്റ്റിനെ രജിസ്റ്റർ ചെയ്യുക, ദെൻ അതിന് ഒരു റിമോട്ട് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് ഓരോ ക്ലയൻറ്റിനും വേണ്ടി ഇൻസ്റ്റൻസുകളെ ക്രിയേറ്റ് ചെയ്യുക. ദെൻ ആ ഇൻസ്റ്റൻസിനെ ഒബ്ജക്റ്റ് ഇൻസ്റ്റൻസിനെ ഡെസ്ട്രോയ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കണ്ടെയ്നറിൻ്റെ റെസ്പോൺസിബിലിറ്റീസ്. ദെൻ സെക്യൂരിറ്റി, ട്രാൻസാക്ഷൻ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ മാനേജിങ് ആക്റ്റീവ് സ്റ്റേറ്റ് ഫോർ ദ ഒബ്ജക്റ്റ്, സ്റ്റേറ്റ് ഇൻഫർമേഷനെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് കണ്ടെയ്നറിൻ്റെ അഡീഷണൽ ഫങ്ഷണാലിറ്റീസ്. ദെൻ കണ്ടെയ്നർ ലൊക്കേഷൻ. അപ്പോൾ ഒരു EJB കണ്ടെയ്നറിനുള്ളിൽ എനി നമ്പർ ഓഫ് EJB ക്ലാസസ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ്. അപ്പം ഒന്നോ അതിലധികമോ കണ്ടെയ്നേഴ്സ് ആവാം. അപ്പോൾ ഒരു കണ്ടെയ്നറിനകത്ത് എത്ര നമ്പർ ഓഫ് EJB ക്ലാസസ് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ദെൻ ഒരു കണ്ടെയ്നർ ഒരു ഫിസിക്കൽ ലൊക്കേഷനെ ഒന്നും റെപ്രസെൻ്റ് ചെയ്യുന്നില്ല. അതായത് അതിനൊരു ഫിസിക്കൽ ലൊക്കേഷൻ ആവണമെന്നില്ല. ലോജിക്കലി ചിലപ്പോൾ ലൊക്കേറ്റഡ് ആയിരിക്കാം അത്. അതായത് ചിലപ്പോൾ അതൊരു ഒരു സിംഗിൾ EJB സെർവറിനുള്ളിലായിരിക്കാം. ഒരു സിംഗിൾ EJB സെർവറിനുള്ളിൽ ഒരു പ്രോസസ്സ് ആയിരിക്കും, ഒരു സിംഗിൾ മൾട്ടി ത്രെഡഡ് പ്രോസസ്സ് ആയിരിക്കാം. അല്ലെങ്കിൽ പല സിസ്റ്റംസിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പോണൻസിൻ്റെ കളക്ഷൻ ആവാം ഈ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അതായത് ലോജിക്കൽ എൻറ്റിറ്റി ആവാം. അതായത് പറഞ്ഞു വന്നത്, ഒരു കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അത് ഫിസിക്കലി ഒരു സ്ഥലത്ത് ലൊക്കേറ്റ്, ഒരു EJB കണ്ടെയ്നർ അതിനകത്ത് കമ്പോണൻസ് ഉണ്ടാവും. ആ EJB കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അതൊരു ഫിസിക്കലി ഒരിടത്ത് ലൊക്കേറ്റഡ് ആയിരിക്കണം എന്ന് പറയാൻ പറ്റില്ല. ഒന്നെങ്കിൽ അതൊരു ഒറ്റ EJB സെർവറിനുള്ളിൽ ഒരു പ്രോസസ്സ് ആയിരിക്കാം, ഒറ്റ EJB സെർവറിനകത്ത് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ചിലപ്പോൾ അതൊരു ലോജിക്കൽ എൻറ്റിറ്റി ആവാം രണ്ടാമത്തെ കേസ്. അപ്പോൾ എങ്ങനെയായിരിക്കും? ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. പല സിസ്റ്റംസിലായിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു
കണ്ടെയ്നർ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടെയ്നർ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ഫിസിക്കൽ ലൊക്കേഷൻ ആവണമെന്ന് നിർബന്ധമില്ല.